അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അതിവിശിഷ്ടമായ ഒരു തിങ്കളാഴ്ച രാവിലാണ് നമ്മളുള്ളത് അല്ലേ? അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി റാഹത്തായ ജീവിതം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഇത്തരം ദിനരാത്രങ്ങൾ കടന്നു വരുമ്പോൾ ഇത് പടച്ചോൻ നമുക്ക് തരുന്ന അവസരമാണ്. നമ്മുടെ സങ്കടങ്ങൾ മാറ്റിത്തരാൻ, നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ, നമ്മുടെ ജീവിതത്തിൽ തകർന്നുപോയ നിമിഷങ്ങളെ കെട്ടിപ്പടുക്കാനൊക്കെ റബ്ബുൽ ആലമീനോട് ചോദിക്കാൻ വേണ്ടി പടച്ചോൻ ഇങ്ങനെ അറിഞ്ഞ് കവിഞ്ഞ് കനിഞ്ഞരുളി തരുന്ന നിമിഷങ്ങളാണ്. അപ്പം ആ നിലയ്ക്ക് ഇതൊന്നും നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. ഞാൻ ഇന്ന് പ്രത്യേകമായൊരു വിഷയം തന്നെ പറയാൻ കാരണം, എത്ര പേരാണ് ആത്മഹത്യയുടെ വക്കീലാണെന്ന് പറഞ്ഞ ആൾക്കാർ വരെയുണ്ട്. കടം കയറിയിട്ട് കടം കയറി ജീവിതമാകെ തകർന്നു പോയവർ, അകപ്പാടെ വല്ലാത്ത പ്രയാസം അനുഭവിക്കുന്നവർ. കടം വല്ലാത്തൊരു വിഷയം തന്നെയാണ്. എന്ന് നിങ്ങൾ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യണം കേട്ടോ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ? അതായത് ഒരാൾ എന്നും രാത്രിയിൽ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്താൽ മരിക്കുവോളം നിങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല എന്നാണ്. ഞാൻ എപ്പോഴും ഉണർത്താറുണ്ട്, ദാരിദ്ര്യമില്ലാതിരിക്കാൻ വേണ്ടി വാഖിഅ ഓതരുത്. നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി സൂറത്തുൽ വാഖിഅ ഓതിയാൽ നിങ്ങളുടെ ദാരിദ്ര്യം അള്ളാഹ് മാറ്റിത്തരും. ദാരിദ്ര്യം മാറാൻ വേണ്ടിയല്ല ഓതേണ്ടത്, അള്ളാഹ്ക്ക് വേണ്ടി ഓതണം അല്ലേ? അങ്ങനെ ഒരുപാട് അധികാറുകളിലൂടെ നമ്മൾ പ്രവർത്തിക്കണം. പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകുന്നതോടൊപ്പം റബ്ബുൽ ആലമീനിലേക്ക് നിരന്തരം കൈ ഉയർത്തണം. അവൻ കൈവിടൂലാന്ന്, അവൻ പരീക്ഷിക്കും. തളർന്നു പോകരുത്, പലിശയിലേക്ക് കയറരുത്. അറിയാതെ പോലും പെട്ടുപോയ കുറെ മനുഷ്യന്മാരുണ്ട്. അല്ലാഹുവേ, നീ എല്ലാവർക്കും പലിശയിൽ നിന്ന്, കടക്കെണിയിൽ നിന്ന് മോചനം തരണേ അല്ലാഹ്. നമ്മുടെ കടങ്ങൾ, ഒരു സ്വഹാബിയുടെ, ഏറ്റവും പാവപ്പെട്ട ഒരു സ്വഹാബിയെ ഒറ്റ രാത്രി കൊണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ കോടീശ്വരനാക്കാൻ സഹായിച്ചൊരു ദിക്ർ, നമ്മൾ ഓൾറെഡി ആ ചരിത്രമൊക്കെ പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നില്ല. ആ ദിക്ർ ഏതാണ്? ഹൗക്കലച്ചാണ് ഇല്ലേ? ചൊല്ലിലാ ഹൗല അല്ലേ? തഴവ ഉസ്താദ് തന്റെ ഭാര്യയോട് പറഞ്ഞില്ലേ, ജീവിതം എപ്പോഴും സ്റ്റൈലാ. ലാ ഹൗല ചൊല്ലിയ പിന്നെ ജീവിതം എപ്പോഴും സ്റ്റൈലാണ്. എല്ലാ പ്രശ്നത്തിനും പരിഹാരം ലാ ഹൗലയിലുണ്ട്. സാമ്പത്തിക പരാധീനതകൾക്ക് പരിഹാരമുണ്ട്, കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്, രോഗത്തിന് പരിഹാരമുണ്ട്. എന്തെല്ലാം പ്രയാസങ്ങളാണോ ആ പ്രയാസങ്ങൾക്ക് മുഴുവൻ പരിഹാരമാണ് ലാ ഹൗല. മനസ്സറിഞ്ഞ് ഒരു 33 തവണ എൻ്റെ പ്രയാസങ്ങളൊക്കെ മാറണം, എൻ്റെ എല്ലാ വിഷമതകളും നീങ്ങണം, എൻ്റെ റബ്ബുൽ ആലമീൻ എല്ലാ സങ്കടങ്ങളും മാറ്റിത്തരും എന്ന ഉറച്ച ബോധ്യത്തോടുകൂടെ എനിക്ക് ഒരു കഴിവുമില്ല, ഞാൻ അധ്വാനിച്ചതുകൊണ്ട് എനിക്ക് ഭക്ഷണം കഴിക്കാനും പറ്റൂല, ഞാൻ അധ്വാനിച്ചാലും എൻ്റെ അധ്വാനമൊന്നുമല്ല ഞാൻ കഴിക്കുന്നതിൻ്റെ കാരണം, റബ്ബ് തരുന്നതാണ്. അപ്പം എന്നെ കൊണ്ട് ഒരു കഴിവുമില്ല, കഴിവ് മുഴുവൻ എൻ്റെ നാഥനാണെന്നുള്ള ഉറച്ച ബോധ്യത്തിൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, لا حول ولا قوة إلا بالله، 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 لا حول ولا قوة إلا بالله،
ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. കരുണക്കടലായ റബ്ബേ, ഞങ്ങളുടെ പ്രയാസങ്ങൾ നീ അകറ്റണേ അല്ലാ. സാമ്പത്തിക പരാധീനതകൾ അനുഭവിക്കുന്നവരുണ്ട്, എല്ലാ പ്രയാസങ്ങളും നീ ബാത്വിലാക്കണേ അല്ലാ. ചില ആളുകൾ പറഞ്ഞൊരു സന്തോഷ വർത്താനുണ്ട്, ഉസ്താദേ ഞാൻ തനിച്ചായിരുന്നു, എനിക്ക് ആരും ഉണ്ടായില്ല. പക്ഷേ ഉസ്താദ് ലാ ഇലാഹ ഇല്ലല്ലയുടെ ആശയം പറഞ്ഞു തന്നപ്പോ ഞാൻ തനിച്ചല്ല എന്നുള്ള ബോധ്യം വന്നു. എന്താ ലാ ഇലാഹ ഇല്ലല്ലയുടെ ആശയം? എനിക്ക് അള്ളയല്ലാതെ ആരുമില്ല എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏറ്റവും കൂടുതൽ ചൊല്ലണം എന്നാണ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് കിട്ടുമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ മൂസാ നബി അലൈഹി സ്വലാമിന് പഠിപ്പിച്ചു കൊടുത്തല്ലേ അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് അഫ്ളൽ ദിക്ർ, ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ. അത് ചൊല്ലുമ്പോൾ ഒന്ന് കണ്ണടച്ചിട്ട് എനിക്ക് അള്ളയല്ലാതെ ആരുമില്ല എന്നുള്ള ബോധ്യത്തിൽ ചൊല്ലണം. ലാ, ആരുമില്ല, ഒന്നുമില്ല, എൻ്റെ കൽബിൽ ഒന്നുമില്ല എൻ്റെ റബ്ബല്ലാതെ, അല്ലേ? ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അൻത തത്ലുഉ ബൈനനാ ഫിൽ കവാകിബി കൽബുദൂർ ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. കൽബിൽ തട്ടിയിട്ടില്ല. മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അൻത ഉമ്മുൻ അം ആബുൻ മാ റഅയ്നാ ഫീഹിമാ മിത്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ബോധ്യം, ഹസ്ബി റബ്ബി എന്നുള്ള ബോധ്യം, എനിക്ക് അല്ല മതി, എനിക്ക് അല്ല ഇല്ലാതെ ആരുമില്ല എന്നുള്ള ഉറച്ച ബോധ്യം എവിടെ വേണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുമ്പോൾ വേണം. മനസ്സറിഞ്ഞൊരു 33 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 لا إله إلا الله 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 കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ചൊല്ലിയ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് സമാധാനം തരണേ അല്ലാ. ഈ കമന്റ് ബോക്സ് നിറയെ ദുആ വസിയ്യത്തുകളാണ് അല്ലാ. എല്ലാ ദുആ വസിയ്യത്തുകളും നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ. എല്ലാ സങ്കടങ്ങളും നീ തീർക്കണേ അല്ലാ. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ.
മഹദിയായ സയ്യിദത്തുന ജുവൈരിയ റളിയല്ലാഹു അൻഹക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത മനോഹരമായ ഒരു ദിക്റില്ലേ. അതായത് ഈ ഒരു ദിക്ർ ഒരു തവണ ചൊല്ലുമ്പോൾ തന്നെ ആയിരക്കണക്കിന് ദിക്റുകൾ ചൊല്ലിയ ഫലാണെന്നാണ്. മനസ്സിലായോ? നമ്മൾ എല്ലാ ദിവസവും സ്വഭാവ ലെയറിൽ രാവിലെ ചൊല്ലുന്ന അവസാനം ചൊല്ലുന്ന ദിക്ർ, രാവിലെ തന്നെ ആ സ്വഭാവ ലെയറിന്റെ അവസാനം ചൊല്ലുന്ന പതിവായി ചൊല്ലേണ്ട ദിക്ർ ഇല്ലേ, ഒരു 11 തവണ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. കോടാനുകോടി ദിക്റിന്റെ പ്രതിഫലമാണ് ഈ ഒരൊറ്റ ദിക്റിലൂടെ നമുക്ക് കിട്ടുന്നത്. അല്ലാഹു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനോഹരമായ രാവാണ് യഥാർത്ഥത്തിൽ ഈ തിങ്കളാഴ്ച രാവ് എന്നൊക്കെ പറയണത് അല്ലേ. മുത്തുനബിയെ ജനിപ്പിക്കാൻ അല്ലാഹു തെരഞ്ഞെടുത്ത ഒരു ദിവസത്തിന്റെ രാത്രി ഇത്ര വലിയ പൂരിശുള്ള രാവാണ്. ഒരുപാട് ആളുകൾ നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളിലേക്കൊക്കെ ഹദിയ ചെയ്തിട്ടുണ്ട്. യാ റബ്ബന, ഈ പരിശുദ്ധ രാവിലെ, ഈ പരിശുദ്ധ സമയത്ത് പാവപ്പെട്ടവരിലേക്ക്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിലേക്ക് ഹദിയ ചെയ്തവരെ നീ താങ്ങിയെടുക്കണയല്ല. അവരുടെ കണ്ണുനീർ നീ തുടയ്ക്കണയല്ല. അവരുടെ അസുഖങ്ങൾക്ക് ശമനം തരണയല്ല. അവരുടെ പൊന്നുമക്കളെ സ്വാലിഹ്യങ്ങളാക്കണയല്ല. പഠനങ്ങളിൽ പുരോഗതി നൽകണയല്ല. മാരക രോഗാണുക്കൾ വല്ലതും ശരീരങ്ങളിലുണ്ടെങ്കിൽ ഈ നിമിഷം നീ ബാത്തുലാക്കണയല്ല. കുടുംബത്തിൽ സമാധാനം നൽകണയല്ല. ഇണകളെ നന്നാക്കണയല്ല. ആ ഹദിയയുടെ ബറക്കത്ത് കൊണ്ട് ഒരിക്കൽ പോലും മറ്റൊരുത്തന്റെ മുമ്പിൽ പോയി ഇരക്കേണ്ട ഗതികേടിലേക്ക് അവരെ നീ തള്ളിവിടല്ലയല്ല. ആ ഹദിയ ഒരുപാട് ആളുകൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിലേക്ക് ചെയ്തിട്ടുണ്ട്. യാ റബ്ബന, അവരെ നീ ഏറ്റെടുക്കണേ തമ്പുരാനെ. അതുകൊണ്ട് തന്നെ സ്വലാത്തിന്റെ രാവും കൂടെയാണ് അല്ലേ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മണിമുത്ത് മദീനയിലാണോ മന്ദാര ചെപ്പിൻ്റഴകാണോ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെ കാരുണ കടലോരേ മുത്ത് നബി ഷഫീഉൽ ഉമ്മ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ ശഫാഅത്തല്ലാതെ ഞങ്ങളിലില്ല തണിയേ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദന
واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് തങ്ങളുടെ മേലുള്ള സ്വലാത്ത്. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ സംഗതി എന്നുള്ള സ്വലാത്തിന്റെ മഹത്വം നമ്മൾ പഠിച്ചിട്ടുള്ളൂ. സ്വലാത്തിന്റെ രഹസ്യം, ആ രഹസ്യം അറിഞ്ഞണ്ടല്ലോ അല്ലാ, അത് ഞാനും എൻ്റെ റബ്ബും തമ്മിലുള്ള രഹസ്യമാണെന്നാണ് മുത്തുനബിയുടെ ഭാഷ്യം. അത് എല്ലാവർക്കും കിട്ടൂല, അള്ളാന്റെ ആരിഫീങ്ങൾക്കേ കിട്ടുള്ളൂ. അവരുടെ പിന്നാലെ നടന്നാൽ നമുക്കും കിട്ടും. ആ സ്വലാത്തിന്റെ രഹസ്യമൊക്കെ അറിഞ്ഞാൽ യാറപ്പനാ നമ്മൾ തന്നെ ഇങ്ങനെ ഞെട്ടിത്തരിച്ച് നിന്നു പോകുന്നൊരവസ്ഥയാണ്. ഏതായാലും നൂറായ മുത്തുനബിയുടെ മേലൊരു 11 സ്വലാത്തും കൂടെ നമ്മുടെ ജീവിതം മുഴുവൻ പ്രകാശമായി തീരും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലിഹി, 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 اللهم صل على النور وأهله، اللهم صل على النور وأهله، اللهم صل على النور وأهله، اللهم صل على النور وأهله. ഒരുപാട് ദുആ വസിയത്തുകളുണ്ട്, സങ്കടങ്ങളുണ്ട് അല്ലേ? എല്ലാ സങ്കടങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർറാഹിമായ കരുണക്കടലായ അല്ലാഹ്, ഈ സദസ്സ് നീ സ്വീകരിക്കണേ തമ്പുരാനെ. നീ ഖായിബാക്കല്ലേ അല്ലാഹ്, നീ തടഞ്ഞാൽ പോകാൻ ഒരിടമില്ല അല്ലാഹ്. ഇതിന്റെ മിസ്ൽ സവാബ് ആരംഭപ്പൂവായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണയല്ല. അവിടുത്തെ പൊരുത്തം തരണയല്ല, മദദ് തരണയല്ല, നളറ നൽകണയല്ല, നുസ്റ നൽകണയല്ല. യാ റബ്ബനാ, ഈ സദസ്സിൽ പങ്കെടുത്തതിന്റെ ബറക്കത്ത് കൊണ്ട് സമാധാനം നൽകണയല്ല, സ്വസ്ഥമായി കിടന്നുറങ്ങാനുള്ള തൗഫീക്ക് നൽകണയല്ല. ഈ സദസ്സിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും കൽബിൽ ഒരുപാട് മുറാദുകളുണ്ട് റബ്ബേ. എല്ലാ മുറാദുകളും നീ ഹാസുലാക്കണയല്ല, സങ്കടങ്ങൾ അകറ്റണയല്ല, നീ കണ്ണുനീർ തുടയ്ക്കണയല്ല. മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ട്, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണയല്ല. ഗർഭിണികളുണ്ട്, സുഖപ്രസവം നൽകണയല്ല. കടക്കെണിയിൽ പെട്ടുപോയവരുണ്ട്, കടങ്ങൾ ഏറ്റെടുക്കണയല്ല. തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണയല്ല. മറ്റൊരുത്തന്റെ മുമ്പിൽ കൈനീട്ടേണ്ട ഒരവസ്ഥ തന്ന് പരീക്ഷിക്കല്ലേ അല്ല. യാ റബ്ബനാ, വിവാഹപ്രായമെത്തിയവരുണ്ട്, അനുയോജ്യരായ ഇണകളെ നൽകണേ. വീടില്ലാത്തവരുണ്ട്, ഹൈറായ ഭവനം നൽകണയല്ല. നിർമ്മാണത്തിലിരിക്കുന്നത് എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ തൗഫീക്ക് നൽകണയല്ല. യാ റബ്ബനാ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരിൽ പലരും അസുഖബാധിതരാണ്, ശിഫാ നൽകണയല്ല. ഹോസ്പിറ്റലുകളിലുണ്ട്, സൗഖ്യം നൽകണയല്ല. മാരക രോഗങ്ങളെ തന്ന് പരീക്ഷിക്കല്ലയല്ല. ക്യാൻസർ നൽകല്ലയല്ല, ട്യൂമർ നൽകല്ലയല്ല. അത്തരം അസുഖബാധിതർ ഈ സദസ്സിലുണ്ട്, നീ പരിപൂർണ സൗഖ്യം നൽകണയല്ല. ഈ സദസ്സിലേക്ക് പാവപ്പെട്ട പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പലരിലേക്കും ഹദിയ ചെയ്തതിന്റെ ബറക്കത്ത് കൊണ്ടെന്നോണം എല്ലാവിധ മാരക രോഗങ്ങളിൽ നിന്നും നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ, നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. യാ റബ്ബനാ, യാ റബ്ബനാ, പടച്ചവനെ ഞങ്ങളെ നീ തളർത്തിക്കളയല്ലയല്ല. സ്വന്തം സന്താനങ്ങൾ പോലും അറപ്പോടെ വെറുപ്പോടെ നോക്കുന്ന രോഗങ്ങൾ എത്തരല്ലയല്ല. കുടുംബത്തിൽ സമാധാനം നൽകണയല്ല, പൊന്നുമക്കളെ നന്നാക്കണയല്ല, ശോഭനമായ ഭാവി നൽകണയല്ല. എല്ലാ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും ഉന്നത വിജയം നൽകണയല്ല. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്, വിജയം നൽകണയല്ല. ഈ സദസ്സിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും നീ ഖൈർ നൽകണയല്ല. സിഹറുകൾ, കണ്ണേറുകൾ ബാത്തുലാക്കണയല്ല. പടച്ചവനെ, പലിശയെടുത്ത് പെട്ടുപോയവരുണ്ട്, നീ കാത്തുരക്ഷിക്കണയല്ല. കടങ്ങളെല്ലാം നീ വീട്ടി തരണയല്ല. കടക്കാരനായി മരിപ്പിക്കല്ലയല്ല. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് പരിശുദ്ധ ഭൂമിയിലേക്ക് ഹജ്ജിന് പോയവർ എല്ലാ അമാലുകളും പൂർത്തീകരിച്ച് നിന്റെ തൃപ്തിയിലായി മടങ്ങിയെത്താൻ അവർക്ക് തൗഫീക്ക് കൊടുക്കണയല്ല.
ഞങ്ങൾക്ക് വിദൂരമല്ലാത്ത ഭാവിയിൽ തൗഫീക്ക് നൽകണേ അല്ലാ. പറയാവർത്തി ആ മഹാഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ തുടങ്ങി പലരും ഖബറിലാണ്. എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഖബറിടം പ്രകാശപൂരിതമാക്കണേ അല്ലാ. പടച്ചവനെ എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല. ഈമാൻ സലാമത്താക്കണേ അല്ലാ. പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ പൊന്നുമക്കളെ നീ പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ആരംഭ പൂവായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിപ്പിക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.